സാധാരണഗതിയിൽ 9-9.5 മാർക്കറ്റുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും 8,25,000 കൊടുക്കാം. 8,25,000 പൊട്ടിച്ച വില കേരളത്തിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും? കേരളത്തിൽ 14 ലക്ഷത്തിന് നമ്പർ ആയ വണ്ടി 14 ലക്ഷത്തിന് അത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഏകദേശം 13-12 വരെ ഓണർ വണ്ടിയാണ്. അവർക്ക് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. മോഡൽ ഡീറ്റെയിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 2015 തന്നെയാണ് ഇത് മോഡൽ. ഹൈ ക്വാളിറ്റി വണ്ടി 5,75,000 കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 5,75 കേരളത്തിലേക്ക് നമ്പർ സിംഗിൾ ഓണർ നമ്പർ ആയിട്ടില്ലല്ലോ. നമ്പർ ആക്കി കേരളത്തിൽ എവിടെ നമ്മൾക്ക് നമ്പർ ആക്കി 4.5 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കി കൊടുക്കാം. ലോൺ കിട്ടാൻ വലിയ ചാൻസ് ഉണ്ടോ? ലോണ് ശ്രീരാമൊക്കെ ഒരു 3-3.5 വരെ നമുക്ക് മാക്സിമം ലോൺ തയ്യാറാക്കാം. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ത്രില്ലിംഗ് വെറൈറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു PMA കാർസ് മൊറയൂര്. കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറച്ചാണ് ഇവിടെ ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും കൊടുക്കുന്നത്. പൊട്ടിച്ച വിലയിലാട്ടോ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ നമ്മളെ ഈ ഷോറൂമിന്റെ ഓണർ ആയിട്ടുള്ള അൻവർ ഖാൻ തന്നെ പരിചയപ്പെടാം. അൻവർ ഖാൻ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖം. നമ്മളെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു. പുതിയ സ്റ്റോക്ക് കയറിക്കണോ? പുതിയ സ്റ്റോക്ക് കുറെ കയറിയിട്ടുണ്ട്. ഓക്കെ, എന്നാ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താളെ. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഹൈവേയില് മൊറയൂര് കഴിഞ്ഞിട്ട് പോത്തോട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോത്തോട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എല്ലാ നമ്മളെ കാറ്റലോഗ് കിട്ടും കേട്ടോ. അപ്പൊ അൻവർക്ക് നമുക്ക് ഇപ്രാവശ്യം എന്താണ് ഓഫർ കൊടുക്കാൻ പറ്റുക? പൊട്ടിച്ച റേറ്റ് 2016 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. എത്ര കൊടുക്കാം? 15,40,000. 15,40,000 ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക്. ഇതുപോലത്തെ ഓഫറുള്ള വണ്ടികളുണ്ടെങ്കിൽ ഒരുപാട് ഇന്നോവകൾ ഉണ്ടാവും. ഓക്കെ, ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ മാത്രല്ല ചെറുവണ്ടികളുണ്ട്. അതൊക്കെ ഓഫറിൽ കൊടുത്തൂടെ? നല്ല പൊട്ടിച്ച ഓഫറിൽ കൊടുക്കും. അപ്പോ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളി, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് രാജാക്കന്മാരുടെ അടിയിലോട്ട് തുടങ്ങാം. രാജ്യം ഭരിച്ചിരുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. ഇത് എത്ര മോഡല്? ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,80,000. 180. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള ഒരു വണ്ടിയാണ്. വണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. ഡീഫോഗർ, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ നോക്കിയാല് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഹൈ ക്ലാസ് സീറ്റ് കവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കമ്പനി സിസ്റ്റം, ക്ലൈമറ്റ്, AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് നമ്പർ ആയ വണ്ടിയാണോ? കേരള നമ്പർ ആയ വണ്ടിയാണ്. അപ്പൊ ലോൺ കിട്ടും അല്ലേ? ഓക്കെ, എത്രയാണ് മുതലാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ വെറും 12,50,000 രൂപ. 12,50,000 നമ്പർ ആയ വണ്ടി. ഓക്കെ, ഏകദേശം എത്ര രൂപ നമ്മൾ മുടക്കാണ് ഈ മുതൽ? 11 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും വണ്ടിക്ക്. 11 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പൊ 1.5 ലക്ഷം ഇറക്കി കൂടെ? 1.25 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ്. സുഖമായിട്ട് ഒരു ഫോർച്യൂണർ സ്വന്തമാക്കാം. അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ. കണ്ടീഷൻ ആണോ? അതെ, UP നമ്പർ ആണ്. 2010 മോഡൽ 4 വീൽ മാനുവൽ. അപ്പൊ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 1.5 ലക്ഷം കോസ്റ്റ് വരുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ, പിന്നെ അത് മാത്രല്ല വണ്ടിക്ക് എന്തെങ്കിലും മേജർ ആക്സിഡന്റ് എന്തെങ്കിലുമൊക്കെ ഇല്ല. മേജർ ആയിട്ടുള്ള ചെറിയ മൈനർ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 4 വീൽ മാനുവൽ ആണ്. അപ്പൊ ഓഫ് റോഡ് ഒക്കെ പോകണവർക്ക് ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ്. ഇപ്പൊ വന്ന കണ്ടീഷനാ തോന്നൂല്ലേ? അപ്പൊ നിങ്ങൾ വർക്കിന് കയറ്റാൻ നിൽക്കണോ? കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് ഉഷാറാക്കി കുട്ടപ്പനായി കൊടുത്തൂടെ? എയർ ബാഗ്, അതുപോലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മുതല് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് ഇറക്കുന്ന പൈസ കൊടുക്കാൻ പറ്റും? ഓഫർ നല്ല ഓഫറില് സാധാരണഗതിയിൽ 9-9.5 മാർക്കറ്റുള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും 8,25,000 കൊടുക്കാം. 8,25,000 പൊട്ടിച്ച വില കേരളത്തിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും? കേരളത്തിൽ നമ്പർ ആയ വണ്ടിക്ക് ടൈപ്പ് 2 നമ്പർ ആക്കി കൊടുക്കാം. ആക്കിയിട്ട് നമുക്ക് ഈ പ്രൈസ് ടൈപ്പ് 2 കൺവേർട്ടും ചെയ്തു, നമ്പർ ആക്കിക്കണു. ഒന്നും ചെയ്യാനില്ല അല്ലെ? നമ്പർ ആക്കിയിട്ട് നമ്പർ ആയില്ല, നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. NOC എടുത്ത് കൊടുക്കുമല്ലോ പേര്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ പരിചയപ്പെടാം. 14 2 വീൽ ഓട്ടോമാറ്റിക്. 14 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 2 ലക്ഷം ഓടിയിട്ടുണ്ട്. നമ്പർ ആയ വണ്ടിയല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്? ബാക്കി കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ഇതിന് 14 തന്നെയാണ് ഗ്ലാസ് ഉള്ളത്, പക്ഷെ റീപ്ലേസ് ആണ്. നമുക്ക് കണ്ടറിയാൻ കഴിയുന്നു റീപ്ലേസ്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ ഇന്റീരിയർ ആണ്. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ? AC തുടങ്ങിയ കാര്യങ്ങളൊക്കെ
ഓക്കെ, ഇതിനൊരു ഓഫർ പൊട്ടിച്ചു വില പറഞ്ഞാലോ? നല്ല ഓഫർ. ഇത് NOCയിലുള്ള റേറ്റ് ആണ് 13. നമ്മളിത് നമ്പർ ആക്കിയിട്ടാണ് 13 കൊടുക്കുന്നത്. 13 നമ്പർ ആക്കി കേരള നമ്പർ ആയ വണ്ടി, പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ട്. ഓക്കെ, ലോൺ ചെയ്ത് കൊടുക്കുവോ? ലോണും കിട്ടും. 12 വരെ ലോൺ. 12.5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഇന്നോവ പരിചയപ്പെട്ടാലോ? ക്വാളിറ്റി ഗ്രേ കളർ 2012 G4. ക്വാളിറ്റി ഉള്ള ഇന്നോവ നോക്കുന്നവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുത്തൂടെ? ഓക്കെ, ഇത് എത്ര മോഡല്? ഇത് 2012 മോഡലാണ്. 12 മോഡല് അല്ലേ? കണ്ട ഒരു 15ന്റെ ഒക്കെ ഒരു വൃത്തി ഉണ്ട് കാണാൻ. ക്വാളിറ്റി നല്ല വൃത്തിയുള്ള, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഷേപ്പുള്ള ഒരു വാഹനമാണ് കേട്ടോ, G4 അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ബ്ലാക്ക് കളർ സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 8 സീറ്റർ വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുത്താലോ? ഓഫർ നല്ല ഓഫറിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, എത്രയാണ് 12 മോഡൽ വണ്ടിക്ക്? ഇത് നമ്മള് ഹൈ ക്വാളിറ്റി വണ്ടി ആയതിന് 5,75,000 കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് 5,75,000 കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് നമുക്ക് 12 വണ്ടി കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. പിന്നെ ലോൺ കിട്ടുമോ? 12 ലോൺ 4.5 വരെ കിട്ടും. 4.5. അപ്പോൾ ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ മാസം ഒരു നല്ല രീതിയിൽ അടവടച്ച് പോകുന്ന ആൾക്ക് സുഖമായിട്ട് നമുക്കൊരു ഇന്നോവ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ക്രിസ്റ്റയുടെ സെക്ഷനിലേക്ക് കടക്കാം. നല്ലൊരു വൈറ്റ് കളർ ക്രിസ്റ്റ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി, അതർ സ്റ്റേറ്റ് ഒന്നല്ല. അല്ലല്ല. ഓക്കെ, ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ആണ്? കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തിന്റെ വണ്ടിയാണ്. ആരായിരുന്നു? അത് പറഞ്ഞുതരാം, സസ്പെൻസ് ആണ്. സസ്പെൻസ് ആൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എടുക്കുന്ന ആൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഓണർഷിപ്പ് കൂടിയ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഒരു മർഗാഡ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബാക്കി എന്തെങ്കിലുമൊക്കെ വേറെ മേജർ വിഷയങ്ങൾ അവൈലബിൾ അല്ലേ? പക്ക സർവീസുള്ള വണ്ടിയാണ്. നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? 1,58,000 കിലോമീറ്റർ. ഹിസ്റ്ററി അവൈലബിൾ ആണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സീറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രയും മുതലിന് ഓക്കെ, ഈ മുതലിന് എത്ര? ഒറിജിനൽ കേരള വണ്ടി ഈ റേറ്റിന് എവിടെയും കിട്ടില്ല. 16,60,000. 16,60,000. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ ഓക്കെ, അത് നമ്പർ ആക്കിയിട്ട് ഒറിജിനൽ കേരള വണ്ടി നമ്പർ ആക്കിയതല്ല, സോറി, ഒറിജിനൽ കേരള വണ്ടിയാണ്. ലോണും കിട്ടും കേട്ടോ, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കേരള വണ്ടിക്ക് പെട്ടെന്ന് ലോൺ കിട്ടും. 15.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. വീണ്ടും നമുക്കൊരു കേരള വണ്ടി പരിചയപ്പെടാം. ഓക്കെ, ഇതിപ്പോ വന്ന കണ്ടീഷൻ ആണോ? അതെ, ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ തന്ന വണ്ടിയാണ്. ഓക്കെ, ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കണ്ടില്ലേ? ഇന്ന് വന്നിട്ടുള്ള വണ്ടി. പ്രത്യേകം എന്താ വെച്ചാൽ Z ഓട്ടോമാറ്റിക് ആണ്. അതും ഒറിജിനൽ കേരള വണ്ടി. ആർക്കും കൊടുക്കാൻ പറ്റാത്ത പ്രൈസിൽ കൊടുക്കാം. ഇത് റീപ്ലേസ്മെന്റ് ഉണ്ട്, ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പറ്റ പൊട്ടിച്ചു കൊടുത്തൂടെ? 15 ലക്ഷം വരെ ലോണും കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, ഫുള്ള് ലോൺ കിട്ടും. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് നമ്മള് 15-40 ചോദിക്കുന്നത്. 15-40 അതുവരെ ലോൺ കിട്ടി. 40 കിട്ടാൻ പണിയൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല Z ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പോ? 4th ഓണർ ആയിട്ടുണ്ട്. 4th ഓണർ ആയിട്ടുണ്ട്. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? നിലവിൽ 160 ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു മുന്തിരി കളർ ക്രിസ്റ്റ പരിചയപ്പെടാം. അത് എത്ര മോഡല്? ഇത് 2016 V മാനുവൽ വണ്ടി. V മാനുവല് നമ്പർ ആയ വണ്ടി. അത് മാത്രമല്ല ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? 2024 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ? കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ നമ്പർ ആയപ്പോ സെക്കൻഡ് ഓണറിലേക്ക് ആയിട്ടുണ്ട് അല്ലേ? 2 ലക്ഷം വണ്ടിയാണ്. ഓക്കെ, 8 സീറ്റാണ് വാഹനം വരുന്നത്. അത് മാത്രമല്ല ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ V ഓപ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? V ഓപ്ഷൻ ആണ് അല്ലേ? V ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ മാനുവൽ ആയിരിക്കും വരിക. മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്നില്ലേ? ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ, ബീഡിങ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 8 സീറ്റ് ആണ്. 8 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. V ഓപ്ഷൻ മാനുവൽ വരുന്ന വണ്ടി എത്രയാണ്? 14 ലക്ഷത്തിന് നമ്പർ ആയ വണ്ടി 14 ലക്ഷത്തിന്. അത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഏകദേശം 12.5 വരെ ലോണും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു മുന്തിരി കളർ ക്രിസ്റ്റനെ പരിചയപ്പെടാം. ഇത് എത്ര മോഡല്? 16 Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത്. നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? 1,10,000 ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ഓടി. അത് ജെനുവിൻ അല്ലേ? എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ്, മേജർ ആക്സിഡന്റ്? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഒരു ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ? ഓക്കെ, ഷോറൂം ഹിസ്റ്ററിയിൽ ഉണ്ട്. മേജർ റേഡിയേറ്റർ കണ്ടൻസർ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്രയാണ് മുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 16,50,000 കേരള നമ്പർ ആക്കി 16 M കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 2016 Z ഓട്ടോമാറ്റിക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. അത് മാത്രമല്ല എത്ര ലോൺ കിട്ടും? ഒരു 14-15 ലക്ഷം വരെ ലോൺ കിട്ടും. 15 ലക്ഷം രൂപ വരെ ലോൺ കിട്ടൂലേ? ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇന്നോവ സെക്ഷനിലേക്ക് കടക്കാം. ഈ തല മുതൽ ആ തല വരെ ഇന്നോവ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓഫർ റേറ്റിൽ ഇന്നോവ പരിചയപ്പെട്ടാലോ? പൊട്ടിച്ച റേറ്റ് പൊട്ടിച്ച് കൊടുത്തോളൂ. ആദ്യം ഡൽഹി രജിസ്ട്രേഷൻ നമ്പർ ആയോ? കേരളത്തിലേക്ക് നമ്പറും ആയി, അതിന്റെ അടങ്ങാറില്ല. ഡീറ്റെയിൽ 8.5 ലക്ഷം രൂപയ്ക്ക് 15 മോഡൽ G4. 8.5 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കിട്ടോ? നമ്പർ ആയി വണ്ടി 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം മാക്സിമം ലോൺ കിട്ടൂലേ? ഇന്റീരിയർ ഒക്കെ ഉണ്ട്, നീറ്റ് അല്ലേ? വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ്. ഇതിൽ നമുക്ക് മാക്സിമം ലോണും കിട്ടും. ഹൈ ക്വാളിറ്റി സീറ്റ്. അതെ, വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് മാക്സിമം ലോൺ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു ഗ്രേ കളർ പരിചയപ്പെടാം. HR രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടുണ്ടത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അവിടേക്ക് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. മോഡൽ ഡീറ്റെയിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 2015 തന്നെയാണ് ഇത് മോഡൽ. 2015 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. നിലവിൽ എത്രയാണ് വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്? ഇത് 1 ലക്ഷമാണ് ഇതിൽ കാണിക്കണേ. ജെനുവിൻ ആണെന്നും പറയാൻ കഴിയില്ല. 1 ലക്ഷമാണ് കാണുന്നത് അല്ലേ? ഇപ്പൊ എന്തെങ്കിലും മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റോ? ഒന്ന് മേജർ എത്തില്ല, ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് സീറ്റ് ആണ് വാഹനം. അതെ. എത്രയാണ് ഈ വാഹനത്തിന്? നമ്മൾ 8,40,000 കൊടുക്കും. 8,40,000 നമ്പർ ആക്കിയിട്ട് 15 മോഡൽ, അതും മാക്സിമം ലോൺ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഗോൾഡൻ കളർ പരിചയപ്പെടാം. അതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത്. ഇത് സെയിം 2015 മോഡൽ. നമ്പർ ആയിട്ടുണ്ട്. നമ്പർ ആയ കിലോമീറ്റർ ഓണർഷിപ്പ് അത് നമ്മൾ പറയണില്ല. കിലോമീറ്റർ പുറത്തെ വണ്ടിയാണ്. ഇതിൽ കാണിക്കുന്ന 1 ലക്ഷമാണ്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സർവീസ് 2021 1 ലക്ഷമാണ് ഉള്ളത്. പക്ഷെ അത് കറക്റ്റ് 90,000 ആണുള്ളത്. പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ജെനുവിനിറ്റി പറയാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞ് പറ്റിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രല്ല, കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടി? നല്ല കണ്ടീഷനാണ്. വേറെ മേജർ വിഷയങ്ങളൊന്നും ഇല്ല. 8 സീറ്റ് ആണല്ലേ വണ്ടി? 8 സീറ്റ് വണ്ടി. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്ന മോഡലാണ്. എത്രയാണ് ആസ്കിന് ഗോൾഡൻ കളർ വണ്ടി? 8,30,000 രൂപ കൊടുക്കും. 8,30,000 കൊടുക്കാം. ഏകദേശം 8,000 വരെ ഒരു രൂപന്റെ ഉള്ളിൽ കാണാൻ ഇന്നോവ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഗ്രേ കളർ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽ സിൽവർ കളർ. സോറി സിൽവർ കളർ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽ 15 മോഡൽ തന്നെയാണ് വണ്ടി. 15 മോഡൽ. കേരള നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ്? കിലോമീറ്റർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആദ്യം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ചോദിക്കണം. ഓണർഷിപ്പോ ചെക്ക് ചെയ്യാൻ ഷോറൂം ഹിസ്റ്ററിയിലൊക്കെ പോയി ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, റീപ്ലേസ് മേജർ റീപ്ലേസുകളൊന്നുമില്ല അല്ലേ? ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് 3rd ഓണർ ആയിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. 7 സീറ്റർ ആണ് വരുന്നത്. ഡുവൽ എയർ ബാഗും വരുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഈ വണ്ടി? 8,30,000. 8,30,000 കൊടുക്കാം. ലോൺ കിട്ടും? ലോൺ മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്നോവ പരിചയപ്പെടാം. 2014 മോഡൽ സിൽക്കി ഗോൾഡ് കളർ. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് 3rd ഓണർ. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 2014 മോഡൽ. ഓക്കെ, നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ആയിട്ടുണ്ട്. ഏകദേശം എത്ര ലോൺ കിട്ടി വണ്ടിക്ക്? ഇതിനൊരു 6.5-7 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. നമ്മളിപ്പോ ചോദിക്കുന്ന എത്രയാണ്? ഇത് 7,60,000 ആണ് ചോദിക്കുന്നത്. 7,60,000 അല്ലേ? ഓക്കെ, അപ്പൊ ഒരു 60,000 രൂപ ഇറക്കി കൂടെ? സുഖമായിട്ട് ഇറക്കാം. അല്ലെങ്കിൽ മാക്സിമം 1 ലക്ഷം വരെ ഉണ്ടെങ്കിൽ ഇറക്കാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. പെട്ടെന്ന് വിളിച്ചോളി. നമ്മൾ പൊട്ടിച്ച വിലയാണ് എല്ലാത്തിനും പറയണത്. ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ വണ്ടി കിട്ടൂല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇത് പരിചയപ്പെടാം. 2013 വി ഇന്നോവ. വി ഓപ്ഷൻ അല്ലേ? ഓക്കെ, 13 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 160. ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റൂലല്ലോ. അത് ഗ്യാരണ്ടി പറയാൻ പറ്റും. വി ആണ്, പ്രൈവറ്റ് വണ്ടിയാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3rd ഓണർ. 8 സീറ്റ് ആണോ? 8 സീറ്റ് വണ്ടി. 8 സീറ്റ് വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വി ആയതുകൊണ്ട് തന്നെ കമ്പനി സിസ്റ്റം, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, ക്ലൈമറ്റ്, AC എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് 7,60,000 കൊടുക്കാം. 7,60,000 നമ്പർ ആക്കിയിട്ട് 13 വീന്റെ റേറ്റ് ആണ്. 13 വീന്റെ റേറ്റ് ആണ്. ഒപ്പിച്ച വില 7,60,000. അത് കേരള നമ്പർ ആക്കിയിട്ട്. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്കൊരു ഇന്നോവ പരിചയപ്പെടാം. സിംഗിൾ ഓണർ വണ്ടി. വി ആണല്ലേ? സിംഗിൾ ഓണർ. നമ്പർ ആയിട്ടില്ലല്ലോ? നമ്പർ ആക്കി കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 8 സീറ്റ് ആണ് വാഹനം വരുന്നത് അല്ലേ? ഓക്കെ, വി ഓപ്ഷൻ. ഓക്കെ, റീപ്ലേസ് എന്തല്ലോ വണ്ടിക്ക്? മേജർ റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല ബോഡി ഷേപ്പുള്ള ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. ഓക്കെ, സീറ്ററൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി. എത്രയാണ് വി ഓപ്ഷൻ ചോദിക്കണേ?
ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 7,90,000. 7,90,000. സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ നമ്പർ ആക്കിയിട്ട് 7,90,000 കൊടുക്കാം. മാത്രമല്ല എത്ര ലോൺ കിട്ടും? ഇതൊരു 7 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടും. 7 lakh വരെ ലോണും കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഗ്രേ കളർ ഇന്നോവ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2014 മോഡൽ. 14 മോഡൽ G4 അല്ലേ? ഓക്കെ. നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയ വണ്ടി ആയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യൂനിറ്റി പറയാൻ സാധിക്കും? ഇല്ല. പിന്നെ അത് മാത്രമല്ല ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ? എന്തെങ്കിലും റീപ്ലേസ് മേജർ ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഈ പുറത്തെ വണ്ടി അവിടെ ഡൽഹിയിൽ നല്ല ചൂട് കാരണം മെയിൻ ഗ്ലാസ് അധിക വണ്ടിന്റെ മെയിൻ ഗ്ലാസ് പൊട്ടാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് 7,60,000. 7,60,000. ഏകദേശം എത്ര ലോൺ കിട്ടും? നമ്പർ ആക്കിയിട്ട് 7 ലക്ഷം വരെ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഒരു 60,000 രൂപ 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഇന്നോവ നമുക്ക് ഇറക്കി കൊണ്ടുപോട്ടോ. അപ്പൊ അടുത്തായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വണ്ടി പരിചയപ്പെടാം. UP ഗോൾഡ് കളർ. നമ്പർ ആയിട്ടുണ്ടത്? കേരള നമ്പർ ആയിട്ടില്ല. കേരള നമ്പർ ആക്കി കൊടുക്കാം. 7 സീറ്റർ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ പിന്നെ പറയണ്ട. പിന്നെ ഗോൾഡൻ കളറാണ് വണ്ടി വരുന്നത്. G4 ആണ് വരുന്നത് അല്ലേ? ഓക്കെ. വണ്ടി മൊത്തത്തിൽ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല ബോഡി ഷേപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പൊട്ടിച്ചു കൊടുത്തൂടെ നമുക്ക്? 4,00,000 ലക്ഷത്തിന് നമ്പർ ആക്കി കൊടുക്കും. 4.5 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കി കൊടുക്കാം. ലോൺ കിട്ടാൻ വലിയ ചാൻസ് ഉണ്ടോ? ലോൺ ശ്രീരാമക്ക് ഒരു 3-3.5 വരെ നമുക്ക് മാക്സിമം ലോൺ തയ്യാറാക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രേ കളർ വാഹനം പരിചയപ്പെടാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വാഹനങ്ങളൊക്കെ പറഞ്ഞത് കേരള നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസാണ്. NOC എന്ന് പറയുമ്പോൾ അതിൻ്റെ നല്ല പ്രൈസ് വരും. പക്ഷെ ഇത് നമ്പർ ആക്കിയിട്ടാണ് ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ നേരിട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. അപ്പൊ അടുത്തായിട്ട് ഗ്രേ തന്നെ പരിചയപ്പെടാം. അത് ഡീറ്റെയിൽ എങ്ങനെയാണ്? 2011 മോഡലാണ്. 11 മോഡൽ G3 ആണ് വണ്ടി. ഓക്കെ. G3 ആണല്ലേ? അപ്പൊ ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ഓണർ. ഒറിജിനൽ കേരള റീ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ ചെറുതായി ചെയ്തിട്ടുണ്ട്. സീറ്റോറും കാര്യം ചെയ്തിട്ടുണ്ട്. 8 സീറ്റർ വണ്ടിയാണ്. 8 സീറ്റാണ് വാഹനം വരുന്നത് അല്ലേ? ഇത് നമുക്ക് പൊട്ടിച്ച വിലയിലാണ് കൊടുത്താലോ? 4,30,000 കൊടുക്കാം. 4.30 കേരള നമ്പർ ആയിട്ട്. അതൊന്നും കുറച്ച് കൊടുക്കും. 11 G4 ആണ്. നേരിട്ട് വന്നാൽ അതൊന്നും കുറച്ച് കൊടുക്കും. ചെറിയ പൈസ എന്തെങ്കിലും കൊടുക്കാം. ഇത്രയും പൊട്ടിച്ച് 4.25-5 ലക്ഷമൊക്കെയാണ് റേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഓഫറിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. അപ്പൊ അടുത്തായിട്ട് ഒരു സിൽവർ കളർ ഓഫർ ഇന്നോവ കൊടുത്താലോ? 2008 മോഡൽ. 8 മോഡൽ. ഒറിജിനൽ കേരള. പുതിയ ടാക്സ്, പുതിയ ഇൻഷുർ, പുതിയ റിന്യൂവൽ. കേരള. ഓക്കെ. എന്തെങ്കിലും പെൻഡിങ് വർക്ക് എന്തെങ്കിലും? മേജർ ആയിട്ടുള്ള വർക്കുകളൊന്നുമില്ല. ഓക്കെ. എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. 2008 കേരള വണ്ടിയാണിത്. മറ്റേ G4 അല്ലേ വണ്ടി? G4 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിപ്പോ ഈ റെന്റിനൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ വാഹനം. നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ. ഈ ടാക്സിക്കാർക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ 2008 ചെറിയ പൈസക്കുള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ ലോ ബഡ്ജറ്റിലാരും ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ ഓർക്കും ഒരു സ്വപ്നം പോലെ കൊണ്ടുനടക്കാം. ഓക്കെ. ഇത് എത്രയാണ് ആസ്കിന് വണ്ടി? 3,65,000 കൊടുക്കാം ഫൈനൽ. 3.65. ഒരു ആൾട്ടോ ഇറക്കണ പൈസ. 2008 മോഡൽ ഒറിജിനൽ കേരള. അതർ സ്റ്റേറ്റ് വണ്ടിയൊന്നുമല്ല, കേരള വണ്ടിയാണ്. ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. ഈ പ്രൈസിലേക്ക് തരാൻ പോണേ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു വിലക്ക് ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ ഒക്കെ എവിടുന്നാ കിട്ടുക? നമ്മൾ അൻവർക്ക പൊട്ടിക്കാൻ തയ്യാറായി നിന്നാല് അങ്ങോട്ട് പൊട്ടിക്കന്നെയാണ് ചെയ്യും. 8,35,000 15 വണ്ടി കൊടുക്കണം. അത് നമ്പർ ആക്കിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. എന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കിട്ടും. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ സ്ക്രീനിൽ നിന്ന് വിട പറയുകയാണ്. അൻവർഖാനെ കോൺടാക്ട് ചെയ്താൽ മാക്സിമം നമുക്ക് ചെറിയ വിലക്ക് വണ്ടികൾ തരാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ സ്ക്രീനിൽ നിന്ന് വിട പറയുകയാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് വരുന്നതുവരേക്കും ഗുഡ് ബൈ.